എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യയാണ്. ഇന്ന് കണ്ട ഒരു വാർത്തയുടെ ബേസിസിലാണ് ഞാൻ ആക്ച്വലി ഈ ഒരു ടോക്ക് കുറച്ചു കാലം മുമ്പ് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ച ഒരു ടോക്കായിരുന്നു. കാരണം ഇതുപോലെയുള്ള സമാനമായിട്ടുള്ള വാർത്തകൾ ഇതിനു മുമ്പും നമ്മൾ കണ്ടിട്ടുണ്ട്. അന്ന് തന്നെ ഇടണമെന്ന് വിചാരിച്ച ഒരു ടോക്കാണ്. എന്തായാലും കുറച്ച് വൈകിപ്പോയി. ഇന്ന് കണ്ട വാർത്ത ഇതാണ്. കൊറ്റംകുളങ്ങര അമ്പലത്തിലെ ഉത്സവമായിരുന്നു അല്ലെ. അവിടെ ഭയങ്കരമായ തിരക്ക്, അഭൂതപൂർവമായിട്ടുള്ള ഒരു തിരക്ക് ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഒരു കുഞ്ഞ്, ഒരു 5 വയസ്സുള്ള ഒരു പെൺകുട്ടി മരണപ്പെട്ടു. അതായത് തിക്കിലും തിരക്കിലും പെട്ടിട്ട് ആ കുട്ടി മരണപ്പെട്ടു. അതായിരുന്നു വാർത്ത. പക്ഷെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മുന്നേ വിചാരിച്ച ടോപ്പിക് അതായിരുന്നില്ല. പലതരത്തിലുള്ള നമ്മുടെ നാട്ടില് പലതരത്തിലുള്ള മതാചാരങ്ങൾ നിലവിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോ അതിൽ പല കുട്ടികളും അപകടങ്ങളിൽ പെടുന്ന വീഡിയോകൾ നമ്മൾ സ്ഥിരമായിട്ടിപ്പോ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് നമ്മൾ കാണുന്നുണ്ട്, പല ന്യൂസുകളിലായിട്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ എനിക്ക് ഓർമ്മ വന്ന അപ്പോഴാണ് ഞാൻ ഈ ഒരു ടോക്ക് ചെയ്യണം തന്നെ വിചാരിച്ചത്. 2 ഇൻസിഡൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗരുഡൻ തൂക്കം, അങ്ങനെ ഒരു തിരുവനന്തപുരം ഭാഗത്തൊരു ആചാരമുണ്ട്. അപ്പൊ അതില് ഒരു കുഞ്ഞ് 6 മാസമോ 8 മാസമോ ഉള്ള ഒരു കുഞ്ഞ്, അത് ഈ ഗരുഡൻ തൂക്കം ചെയ്യുന്ന ആളുകൾ, വലിയ ആളുകളാണ് ഈ കുട്ടികളെ എടുത്തു പൊക്കുക. അതൊരു വഴിപാടാണ്. അതിൽ ആ കുഞ്ഞ് മേലിൽ നിന്ന് താഴോട്ട് വീണു. അയാളുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായി കുട്ടി താഴോട്ട് വീണു. ആ കുട്ടിയുടെ കൈ ഒടിഞ്ഞു. ഭാഗ്യവശാൽ കുട്ടിക്ക് മരണമൊന്നും സംഭവിച്ചില്ല. കുട്ടിയുടെ ജീവൻ ആപത്തുണ്ടായില്ല. പക്ഷെ അത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ആ കുട്ടി വീഴുന്ന ആ ഒരു വീഴ്ച കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അത്രയും അതിന്റെ ഒരു CCTV ദൃശ്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കണ്ടത് പാലക്കാട് ഭാഗത്ത് ഈ കനലിൽ കൂടെ നടക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ തെയ്യങ്ങൾ നടക്കാറില്ലേ കനലിൽ കൂടെ. അതുപോലെ തന്നെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ സാധാരണ മനുഷ്യർ തന്നെ വ്രതമൊക്കെ എടുത്തിട്ട്, അതും ഒരു തരം വഴിപാടാണ്. അതിലും ഒരു കുട്ടി അങ്ങനെ പെട്ടെന്ന് ഓടിയപ്പോ ഈ കുട്ടി വീണു, അങ്ങനെ പൊള്ളലേറ്റു എന്നുള്ളൊരു വാർത്തയും കണ്ടു. ഈ ഒരു കേസിലൊക്കെ മാതാപിതാക്കൾക്കെതിരെ എന്നും വഴിപാട് പോലെ തന്നെ കേസൊക്കെ എടുത്തിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷൻ കേസൊക്കെ എടുത്തു എന്ന് കണ്ടു. അത് ആ വഴിക്ക് പോയി. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇത് ഒരു മതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. എല്ലാ മതങ്ങളിലും കുഞ്ഞുങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചില ആചാരങ്ങൾ, വഴിപാടുകളൊക്കെ ഉണ്ട്. പക്ഷെ അത് പേഴ്സണലി അല്ലെങ്കിൽ നിങ്ങളും അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് രണ്ടാമത് പുനർവിചിന്തനം ചെയ്യേണ്ട ഒരു സമയമായി എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മക്കളുടെ ജീവന തന്നെ ആപത്താവുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള മതാചാരങ്ങൾ, ഇപ്പോ ഇതൊക്കെ ഹിന്ദു മതാചാരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ക്രിസ്ത്യൻസ് മതാചാരത്തിൽ ആക്ച്വലി ഞാൻ 1-2 വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഈ മാമോദീസ മുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൽ ഞാൻ കണ്ടിരിക്കുന്നതൊക്കെ അവര് ജസ്റ്റ് ജലം ഇങ്ങനെ തളിക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് തലയിൽ ഇങ്ങനെ തൊടുകയോ ഒക്കെയാണ്. പക്ഷെ പുറം രാജ്യങ്ങളിലെ ചില വീഡിയോസ് ഒക്കെ കണ്ടു. കുട്ടികളെ അങ്ങനെ വെള്ളത്തിൽ അങ്ങ് മുക്കുന്നു, പൂർണ്ണമായി മുക്കുന്നു. അങ്ങനെ എന്തോ അത് മാമോദീസ മുക്കലാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് എന്തോ ഒരു ആചാരം, അത് ഈ ക്രിസ്ത്യൻ മതപുരോഹിതന്മാരാണ് അങ്ങനെ മുക്കിയെടുക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പെൺകുട്ടികളുടെ ചേലാകർമ്മം, അതായത് ആൺകുട്ടികളുടെ സുന്നത്ത് ചെയ്യുന്ന പോലെ തന്നെ പെൺകുട്ടികളുടെ ചേലാകർമ്മം നിർവഹിക്കുന്ന ചില മതാചാരങ്ങൾ എന്റെ അറിവില് ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും നമ്മുടെ കേരളത്തില് നിലനിൽക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പൊ എല്ലാ മതങ്ങളിലും ഇത്തരത്തിൽ കുട്ടികളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന, കുട്ടികളെ വേദനിപ്പിക്കുന്ന, കുട്ടികളുടെ ജീവന് തന്നെ അപകടം സൃഷ്ടിക്കാവുന്ന തരത്തിലുള്ള മതാചാരങ്ങൾ ഇന്നും ഈ പറയുന്ന നമ്മുടെ മതങ്ങളിൽ 3 മതങ്ങളാണ് നമുക്ക് ഇവിടെ മെയിനായിട്ടുള്ളത്. ഒന്ന് ഹിന്ദുമതം, ക്രിസ്ത്യൻ മതം, ഇസ്ലാം മതം. ഈ 3 മതങ്ങളിലും ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. കാരണം നിങ്ങൾ ചെയ്തോ, കാര്യം ഒരു മുതിർന്ന ആൾക്ക് അത് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു അവകാശമാണ്, അല്ലെങ്കിൽ റൈറ്റ് ആണ്. അതിനുള്ള അധികാരം എന്റെ സ്വന്തം എന്താ പറയാ ശരീരം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഇപ്പൊ എനിക്ക് അത് ചെയ്യരുതെന്ന് അപേക്ഷിക്കാനേ പറ്റൂ. പക്ഷെ അതിന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന്റെ റൈറ്റും ഒക്കെ ഉള്ളത് ആ ഒരു മുതിർന്ന പുരുഷനാണ്. പക്ഷെ കുട്ടികളുടെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ട് ഇങ്ങനെ മാതാപിതാക്കൾക്കുണ്ടോ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസ് എടുക്കില്ലല്ലോ. കുട്ടികൾ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പൊതു സ്വത്തുക്കളാണ്. അവരുടെ ജീവിതം അല്ലെങ്കിൽ ജീവൻ അപകടത്തിലാക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള വഴിപാടുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള അധികാരം അച്ഛനമ്മമാർക്ക് പോലും ഇല്ല. അത് പലർക്കും അറിയില്ല. പലപ്പോഴും കേസ് വരുമ്പോഴാണ് ഇവരെല്ലാം ആകെ വായ പൊളിക്കുന്നത്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നോക്കൂ, നമ്മളിതെല്ലാം ചെയ്യുന്നത് ദൈവം എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥനകളിലും ഒക്കെയാണ്. ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നിങ്ങളിപ്പോ എത്ര വലിയ മതവിശ്വാസിയോ ദൈവവിശ്വാസിയോ ആണെങ്കിലും നിങ്ങളൊന്ന് കോമൺ സെൻസ് വെച്ചിട്ട് ചിന്തിച്ചു നോക്കൂ. നമ്മൾ പറയുന്ന ഏത് മതത്തിലാണെങ്കിലും ദൈവം എന്ന് പറയുന്നത് സ്നേഹമാണ്, അല്ലെ? ഒരിക്കലും ദൈവം നമ്മളെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മളെ തന്നെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള ദൈവത്തിന് ഇങ്ങനെയാണ് കുട്ടികൾ വേദനിക്കുന്നത് കാണുമ്പോൾ സന്തോഷം വരിക? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പോരെ? നമ്മൾ കോമൺ സെൻസ് വെച്ചിട്ട് നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന
ദയയുടെയും കാരുണ്യത്തിന്റെയും ഒക്കെ മൂർത്തിമത് ഭാവമായ സ്നേഹമായ ദൈവത്തിന് എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വേദനിക്കുന്നത് കാണുമ്പോൾ സന്തോഷം വരിക? ഒരിക്കലും സന്തോഷിക്കില്ല. ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു ശക്തി കുഞ്ഞുങ്ങൾ വേദനിക്കുന്നത് കണ്ടിട്ട് സന്തോഷിക്കില്ല. അപ്പൊ ഇതൊക്കെ നമ്മുടെ അന്ധവിശ്വാസങ്ങളാണ്. കുഞ്ഞുങ്ങളെ, അതായത് എന്തെങ്കിലും കുറെ കാലം പ്രാർത്ഥിച്ചിട്ടൊക്കെ ആയിരിക്കും ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ടാവുക. ആ കുഞ്ഞിനെയാണ് ഇത്തരത്തിൽ ഗരുഡൻ തൂക്കാനൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത്. സോ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ചില അന്ധവിശ്വാസങ്ങളുടെ പുറത്ത് അത് ദൈവത്തിന്റെ പുറത്തിടുകയാണ്. ബേസിക്കലി ഞാൻ ഈ മൃഗങ്ങളെ ബലി കൊടുക്കാറുണ്ട് ദൈവത്തിന്. ഇതൊക്കെ ആക്ച്വലി എന്നെ സംബന്ധിച്ചിട്ട് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള വിശ്വാസമാണ് കേട്ടോ. എനിക്ക് അതിനോട് വലുതായിട്ട് കാര്യം, ഒരു ദൈവമാണ് നമ്മളെ എല്ലാ പ്രകൃതിയും ഉണ്ടാക്കിയതാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലെ? എല്ലാ ജീവജാലങ്ങളെയും. അപ്പൊ അത് ദൈവം ഉണ്ടാക്കിയ ഒരു ജീവൻ എടുക്കാൻ ദൈവത്തിന് മാത്രമാണ് അവകാശം എന്നാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. നമുക്ക് ആത്മഹത്യ ചെയ്യുന്നത് പാവമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവൻ, ദൈവം തന്ന ജീവൻ എടുക്കാൻ നമുക്ക് അർഹതയില്ല എന്നുള്ള ഒരു തോട്ടിന്റെ പുറത്താണ്, അല്ലെ? അപ്പോ വേറെ ജീവൻ അല്ലെങ്കിൽ വേറെ ജീവികളുടെ അല്ലെങ്കിൽ വേറെ മൃഗങ്ങളുടെ ജീവൻ എടുക്കാൻ നമുക്ക് എന്ത് അധികാരം? അപ്പോ പലപ്പോഴും എനിക്ക് മൃഗങ്ങളെയൊക്കെ ബലി കൊടുക്കണം കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. കാരണം അതും ഒരു ജീവനല്ലേ. ആ ഒരു ജീവൻ വേദനിക്കുന്നത് കണ്ടിട്ട് ഒരു ദൈവത്തിനും സന്തോഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതൊക്കെ പോട്ടെ, ഈ മൃഗങ്ങളുടെ കാര്യം പോട്ടെ. ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മനുഷ്യ കുഞ്ഞുങ്ങളുടെ കാര്യമാണ്. സോ ഇത്തരത്തിൽ അപകടകരമായിട്ടുള്ള ഓരോ ആചാരങ്ങൾക്ക് എന്ത് വിശ്വാസത്തിന്റെ പുറത്താണെങ്കിലും ദയവ് ചെയ്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കരുത്. പിന്നെ ഈ പറയുന്ന ഭയങ്കരമായിട്ടുള്ള തിരക്കുള്ള സ്ഥലങ്ങളിലേക്ക് കുഞ്ഞു കുട്ടികളെ ദയവ് ചെയ്ത് കൊണ്ടുപോകാതിരിക്കും. അതെന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തിക്കും തിരക്കൊക്കെ ഉണ്ടാവുമ്പോൾ എങ്ങനെയായിരിക്കും ആ കുഞ്ഞു മരണപ്പെട്ടത്? ഒന്നുകിൽ ശ്വാസം കിട്ടാതെ ആയിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്കും തിരക്കും വരുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഇടയിൽ കിടന്ന് ഞെരിഞ്ഞമരുകയാണ്. കുഞ്ഞുങ്ങളുടെ ഈ റിബ്കേജ്, അതായത് നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ റിബ്കേജ് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വാരിയല്ലുകൾ. ആ വാരിയല്ലൊക്കെ വളരെ നേർത്തതാണ്. നമ്മുടെ ഒന്നും അത്ര ശക്തി അതിനില്ല. അപ്പൊ ചെറിയൊരു അത്യാവശ്യം നല്ലൊരു ഞെരിഞ്ഞ അമർങ്ങളിൽ തന്നെ ആ വാരിയല്ലുകൾ പൊട്ടും. ഈ വാരിയല്ലുകൾ പൊട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങോട്ടാണ് കുത്തിത്തറയ്ക്കുക? വാരിയലിന്റെ പിന്നിൽ എന്തൊക്കെയാണുള്ളത്? ശ്വാസകോശവും ഹൃദയവുമാണ്. സത്യത്തില് ഈ ശ്വാസകോശത്തിനും ഹൃദയത്തിനും ഒരു ക്ഷതങ്ങളും സംഭവിക്കാതിരിക്കാനുള്ള പ്രൊട്ടക്ഷനാണ് നമുക്ക് വാരിയല്. അതായത് ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ഒരു കൂടിന്റെ ഉള്ളിൽ, എല്ലിന്റെ ഒരു കൂടിന്റെ ഉള്ളിൽ അതിനെ വെച്ചിരിക്കുകയാണ് വളരെ സേഫ് ആയിട്ട്. പക്ഷേ ഇത്തരത്തിലുള്ള വളരെയധികം തിക്കും തിരക്കിലൊക്കെ പെടുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങളുടെ കുഞ്ഞു ശരീരമല്ലേ, അത് ഇതിന്റെ ഇടയിൽ കിടന്ന് ഞെരിഞ്ഞ് അമർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വാരിയലുകൾ പൊട്ടും. ഈ വാരിയലുകൾ പൊട്ടിക്കഴിഞ്ഞാൽ ഇത് ഈ ഹൃദയത്തിലേക്കും ശ്വാസകോശത്തിലേക്കും തറച്ചു കയറും. അങ്ങനെയാണ് ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നത്. സോ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഭയങ്കര തിരക്കുണ്ടെന്ന് നമുക്ക് അറിയുന്ന സന്ദർഭങ്ങളിൽ അതിന്റെ ഇടയിലേക്ക് കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് നിങ്ങൾ ഒരിക്കലും പോകരുത്. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് അപകടം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. വേറെന്താണ്? അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളൂ കേട്ടോ. കാര്യം വേറെ കുട്ടികളുടെ കാര്യം, കുട്ടികളുടെ അപകടം അല്ലെങ്കിൽ ഒരു 3-4 ഇൻസിഡൻസ് ആയി കാണുന്നു. അപ്പോ അത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ചത്. ഇതിനെ വേറെ രീതിയിലൊന്നും എടുക്കണ്ട. മതവിശ്വാസങ്ങൾക്ക് എതിരെ പറയുന്നതല്ല. പക്ഷെ മതവിശ്വാസങ്ങളൊക്കെ നല്ലതാണ്. പക്ഷെ അത് അന്ധവിശ്വാസമായി പോകരുത്. നമ്മൾ അന്ധമായിട്ട് അതായത് കോമൺ സെൻസ് ഇല്ലാതെ, ലോജിക്ക് ഇല്ലാതെ, പ്രായോഗിക ബുദ്ധി ഇല്ലാതെ വിശ്വസിക്കുമ്പോഴാണ് അന്ധവിശ്വാസമാവുക. നമുക്ക് ദൈവം ലോജിക്ക് തന്നിട്ടുണ്ട്, പ്രായോഗിക ബുദ്ധി തന്നിട്ടുണ്ട്. അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എന്തും ചെയ്യാൻ. ഓക്കെ, ബാക്കി ജീവികളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് ഈ പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള ലോജിക്കൽ തിങ്കിങ് ആണ്, അതായത് പ്രായോഗിക ബുദ്ധിയാണ്. സോ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവും എന്ന് ഉറപ്പുള്ള സന്ദർഭങ്ങളിലേക്ക് ദയവ് ചെയ്ത് സ്വന്തം കുട്ടികളെ എറിഞ്ഞു കൊടുക്കരുത്. എനിക്ക് അത്രയാണ് പറയാനുള്ളൂ. ഇപ്പോൾ താഴെ ഓരോ മതവിഭാഗക്കാർ വന്നിട്ട് അത് അന്ധവിശ്വാസമാണോ ഇത് അന്ധവിശ്വാസമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നോക്കൂ, എനിക്ക് ബേസിക്കലി പറയാൻ ഇത്രയേ ഉള്ളൂ. കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കുന്ന എന്തും, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് അവർക്ക് വേദന കൊടുക്കുന്ന എന്തും, അത് മതത്തിന്റെ പേരിലാണെങ്കിലും ദൈവത്തിന്റെ പേരിലാണെങ്കിലും അത് കഷ്ടമാണ്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിശ്വസിക്കുന്ന ഒരു ശക്തി എന്ന് പറയുന്നത്, നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്ന ദൈവം വളരെയധികം ദയാലുവായിട്ടുള്ള കുട്ടികളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാണ്, അല്ലെ? അപ്പൊ കുട്ടികൾ വേദനിക്കുന്നത് കാണാൻ ആ ദൈവം ഇഷ്ടപ്പെടുവോ? എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു മതത്തിൽ മാത്രമല്ല, എല്ലാ മതങ്ങളിലും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുണ്ട്. എല്ലാ അന്ധവിശ്വാസങ്ങളിൽ നിന്നും നമുക്ക് പുറത്ത് വരാൻ സാധിക്കണം. അതാണ്, അങ്ങനെയാണ് നമ്മളൊരു പരിഷ്കൃത സമൂഹമായിട്ട് നമുക്ക് പുരോഗമിക്കാൻ സാധിക്കുകയുള്ളൂ. വിശ്വാസങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ അതിൽ തന്നെയുള്ള തെറ്റായ പ്രവണതകളെ നമ്മൾ പതുക്കെ 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 തിരുത്തിക്കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നമുക്ക് നാളെ ഒരു പരിഷ്കൃത സമൂഹമായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. വേറെന്താണ്? സോ ഒരാൾ പറഞ്ഞു, ബാലകൃഷ്ണൻ നായർ പറയുന്നു, ദൈവത്തെ തന്നെ നിർമ്മിച്ചത് മനുഷ്യനാണെന്നാണ് എന്റെ വിശ്വാസം. അതിപ്പോ ഓരോരുത്തരുടെ ഓരോ വിശ്വാസങ്ങളല്ലേ. ഇപ്പോ
നിരീശ്വരവാദികളുണ്ട് അല്ലെ, ദൈവത്തിൽ വിശ്വസിക്കാത്ത എത്രയോ പേർ നമുക്കിടയിലുണ്ട്. അപ്പൊ അവർ ദൈവത്തിലേ വിശ്വസിക്കുന്നില്ല. അപ്പൊ അവരൊക്കെ ആക്ച്വലി ഇതിനെ വളരെയധികം നഖശിക്കാനും എതിർക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളെ. സോ നിരീശ്വരവാദികളുണ്ട്, നമ്മുടെ ഇടയിൽ തന്നെ മതവിശ്വാസികളുണ്ട്. മതവിശ്വാസത്തെയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ കംപ്ലീറ്റ് ആയിട്ട് ഒരാളുടെ റൈറ്റ് ആണ്, പേഴ്സണൽ റൈറ്റ് ആണ്, ഞാൻ ഇതിൽ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടോ എന്നുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് കുട്ടികളെ നമുക്ക് ഇത്തരത്തിൽ ചെയ്യാൻ, അപ്പൊ അതുകൊണ്ടാണ് ബാലാവകാശ കമ്മീഷൻ കേസെടുത്തത്. അത് അച്ഛനും അമ്മയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ എന്തും ചെയ്യാനുള്ള അവകാശം നമുക്കില്ല. അപ്പൊ എന്റെ മോളെ പാപ്പുവിനെ എന്താ പറയുക, ഇത്തരത്തിൽ അവളുടെ ശരീരത്തിനോ മനസ്സിനോ ആഘാതം ക്ഷതവും ഏൽപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യാനുള്ള അവകാശം അമ്മയായി എനിക്കില്ല, അച്ഛനായിട്ടുള്ള എന്റെ ഹസ്ബൻഡിനും ഇല്ല. സോ അങ്ങനെ വല്ലതും കണ്ടു കഴിഞ്ഞാൽ ബാലാവകാശ കമ്മീഷനും അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ കേസെടുക്കും. അപ്പോൾ അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് നമുക്ക് എന്തും ചെയ്യാനുള്ള ആളുകളല്ല കേട്ടോ. ഓക്കേ, പിന്നെന്താണ്, മതത്തെപ്പറ്റി സംസാരിക്കേണ്ടെന്ന് പലരും പറഞ്ഞു. ഞാൻ മതത്തെപ്പറ്റി അല്ലല്ലോ സംസാരിച്ചത്. മതം വേണ്ടാന്നോ മതം മോശമാണെന്നോ ഒന്നല്ലല്ലോ സംസാരിച്ചത്. ഏത് മതത്തിലും എല്ലാ മതത്തിന്റെയും അടിസ്ഥാനം, അത് ഹിന്ദു മതമാവട്ടെ, മുസ്ലിം മതമാവട്ടെ, ക്രിസ്ത്യൻ മതമാവട്ടെ, ഞാൻ അറിഞ്ഞ പ്രകാരം എല്ലാ മതത്തിന്റെയും അടിസ്ഥാനം സ്നേഹമാണ്, ദയയാണ്, കാരുണ്യമാണ്. പ്രത്യേകിച്ച് ഇപ്പൊ റമദാൻ കാലഘട്ടമാണ് അല്ലെ, കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, അല്ലെങ്കിൽ നമ്മൾ പരസ്പരം ഉള്ളവൻ ഇല്ലാത്തവനെ സഹായിക്കേണ്ടതിന്റെ, അതിന്റെയൊക്കെ ഏറ്റവും വലിയൊരു ഉദാത്തമായ ഉദാഹരണമാണ് റമദാന്റെ സമയമൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മതത്തിനെതിരെ ഒന്നുമല്ല. ഞാനൊരു മതവിശ്വാസിയാണ്, ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ്. സോ മതവിശ്വാസത്തിനെതിരെയല്ല, അന്ധവിശ്വാസങ്ങൾക്കെതിരെയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവന് തന്നെ ആപത്താവുന്ന രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് അവരെ എറിഞ്ഞു കൊടുക്കരുത്. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത്രയും ഒരു ചെറിയ കാര്യമാണ് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ചത്. ഇത് ശരിയെന്ന് തോന്നുന്നവർ ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. തെറ്റാണ് അല്ലെങ്കിൽ എന്നോട് യോജിക്കാൻ പറ്റാത്തവർ താഴെ കമന്റ് ആയിട്ട് ഇട്ടോളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ്. ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തീരൂ, തെക്കും തിരക്കുമുള്ള സ്ഥലങ്ങളിലേക്ക് ദയവ് ചെയ്ത് കുട്ടികളെ കൊണ്ട് പോകരുത്. ഇപ്പൊ ആ ഒരു കുഞ്ഞിനെ പറ്റിയ ഒരു അപകടം നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഇനി പറ്റരുത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ അപകടം ഉണ്ടാവാൻ, തിക്കും തിരക്കും പെട്ട് കഴിഞ്ഞാൽ നമ്മളെപ്പോലെയല്ല, അവർക്ക് പെട്ടെന്ന് തന്നെ അപകടം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദയവ് ചെയ്തിട്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലേക്ക്, നമുക്കറിയാലോ ആ അമ്പലത്തിൽ അന്ന് ഭയങ്കര തിരക്കായിരിക്കും എന്നറിഞ്ഞാൽ കുട്ടികളെ അതിൽ നിന്ന് ഒഴിവാക്കുക. നിങ്ങൾ പൊക്കോളൂ, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, എല്ലാം ചെയ്തോളൂ, ബട്ട് കുട്ടികളെ അതിൽ നിന്ന് ഒഴിവാക്കുക കേട്ടോ. അപ്പൊ ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. Bye-bye. Take care.